ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ വടക്കേക്കര പോലീസ് സ്റ്റേഷൻ കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ശിലാഫലകത്തിന്റെ അനാച്ഛാദനവും പുതിയ കെട്ടിടത്തിന്റെ നാടമുറിക്കലും പ്രതിപക്ഷ നേതാവും പറവൂർ എംഎൽഎയുമായ വി.ഡി. സതീശൻ നിർവഹിച്ചു. വടക്കേക്കര പോലീസ് സ്റ്റേഷനു വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. പോലീസിന്റെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ പൂർത്തിയാക്കിയ 30 മന്ദിരങ്ങളുടെ ഉദ്ഘാടനവും 6 കെട്ടിടങ്ങളുടെ ശിലാസ്ഥാപനവുമാണ് നടക്കുന്നത്. പൂർത്തിയായ കെട്ടിടങ്ങളുടെ കൂട്ടത്തിൽ 3 വനിതാ സൈബർ പോലീസ് സ്റ്റേഷനുകൾ, 8 പോലീസ് സ്റ്റേഷനുകൾ, 3 ക്യാമ്പ് ഓഫീസുകൾ, 2 കൺട്രോൾ റൂമുകൾ, കമ്പ്യൂട്ടർ ലാബ്, ഫുട്ബോൾ ടർഫ്, ജില്ലാ പരിശീലന കേന്ദ്രം, കസ്റ്റോഡിയൽ ഫെസിലിറ്റേഷൻ സെന്റർ, ക്വാർട്ടേഴ്സ്, കുട്ടികൾക്കായുള്ള കൃഷി തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുന്നു. പോലീസ് സ്റ്റേഷൻ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അധ്യക്ഷനായി. കുറ്റവാളികളും അവരുടെ സംവിധാനങ്ങൾ, അവരുടെ തന്ത്രങ്ങൾ, അവരുടെ രീതികൾ വിപുലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, വലിയ അപകടം നിറഞ്ഞൊരു കാലത്ത് പോലീസിന് വലിയ വെല്ലുവിളിയാണ്. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. എല്ലാവർക്കും ധൈര്യത്തോടു കൂടി കടന്നു വരാനും സാധാരണക്കാരായ ആളുകൾക്ക് ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ഞങ്ങളുടെ ജീവന്റെയും സ്വത്തിന്റെയും കാവലാളകരാണ് പോലീസ് എന്ന് വിശ്വസിക്കാനും അഭയകേന്ദ്രമായി സാധാരണക്കാർക്ക് പോലീസ് സ്റ്റേഷനെ കാണാനും കുറ്റവാളികൾക്ക് ഭയമുണ്ടാക്കാനും അവരുടെ പേടി സ്വപ്നമായി മാറാനും പോലീസ് സ്റ്റേഷന് കഴിയണം. പോലീസ് സജീവമാകുമ്പോഴാണ് കുറ്റകൃത്യങ്ങൾ കുറയുന്നത്. അതിന് നമ്മുടെ പോലീസിനും കഴിയട്ടെ. ശിലാഫലകത്തിന്റെ അനാച്ഛാദനവും പുതിയ കെട്ടിടത്തിന്റെ നാടമുറിക്കലും പ്രതിപക്ഷ നേതാവ് നിർവഹിച്ചു. രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനം കേരളത്തിലാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സൈബർ കുറ്റകൃത്യങ്ങളും ലഹരി ഉപയോഗം മൂലമുള്ള ആക്രമണങ്ങളും പുതിയ പ്രവണതകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം വെല്ലുവിളികളെ നേരിടുന്നതിനായി പോലീസിന്റെ ജാഗ്രത മെച്ചപ്പെടുത്തേണ്ട സമയമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥരുടെ മികച്ച മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഇത്തരം ദൗത്യങ്ങൾക്ക് നിർണായകമാണെന്നും വി.ഡി. സതീശൻ അഭിപ്രായപ്പെട്ടു. റേഞ്ച് DIG ഡോക്ടർ സതീഷ് ബിനോ, റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേന, ജില്ലാ പഞ്ചായത്ത് അംഗം AS അനിൽകുമാർ, വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ, പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS സനീഷ്, പഞ്ചായത്ത് അംഗം സൈബ സജീവ്, KPOA എറണാകുളം റൂറൽ പ്രസിഡന്റ് J ഷാജിമോൻ, KPA എറണാകുളം റൂറൽ പ്രസിഡന്റ് PA ഷിയാസ്, റൂറൽ അഡീഷണൽ SP A കൃഷ്ണൻ, മുനമ്പം DYSP S ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കുറച്ച് സമയമെടുത്തു, എന്നാലും വളരെ സന്തോഷമുണ്ട്. ഫൈനലി വി ആർ ഏബിൾ ടു ഇനോഗ്രേറ്റ് ദ ന്യൂ ബിൽഡിംഗ്. നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്തത് ബിൽഡിങ്സ് മാത്രമല്ല, ഇതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു AI പ്രൊട്ടക്ഷൻ സിസ്റ്റം ഇനോഗ്രേറ്റ് ചെയ്തു. അതുകൂടാതെ തന്നെ നമ്മൾ ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അതിൻ്റെ കാര്യങ്ങൾ ഇനോഗ്രേറ്റ് ചെയ്തു. ഏറ്റവും വലുതായിട്ട് നമ്മളിവിടെ ഇനോഗ്രേറ്റ് ചെയ്ത വേറൊരു കാര്യമാണ് ഒരു സിറ്റിസൺ ഫീഡ്ബാക്ക് സിസ്റ്റം. കൊട്ടുവള്ളിക്കാട് HMYS ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC യൂണിറ്റിലെ വിദ്യാർത്ഥികൾ ചടങ്ങിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പറവൂർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.